എനിക്ക് മാത്രം മതിയോ ഇതൊക്കെ? ഓക്കെ, സംഭവം ഒരുപാട് കാര്യങ്ങളുണ്ട് പറയാൻ, നിരവധി കാര്യങ്ങൾ പറയാനുണ്ട്. ഓക്കെ, ഈ പറഞ്ഞ പോലെ ഇതാ ഒരു വൈറ്റ്, ഒരു ബ്ലാക്ക് ആൻഡ് വൈറ്റ്. ഓക്കെ, ഇത് ടാറ്റ പഞ്ച്. ഓക്കെ, ഇലക്ട്രിക്കാണ്. ഓക്കെ, പുതിയതാണ്. ഇത് മാഗ്നൈറ്റ്, നിസാൻ മാഗ്നൈറ്റ്, പെട്രോളാണ്. ഓക്കെ, വലിയ ഗേറ്റ്. ഓക്കെ, വീട്. ഇത് ഫുള്ള് കാണാൻ പറ്റത്തില്ല, ഒന്ന് തന്നെ ഏകദേശം ഒന്ന് സംഘടിപ്പിക്കാം. ഓക്കെ, വീട്. ഇത് കൂടാതെ വേറൊരു വീടുണ്ട്. ഓക്കെ, അത് വാടകയ്ക്ക് കൊടുത്തേക്കാണ്. ഇത് കൂടാതെ തെങ്ങും പുരയിടവും പുരയിടങ്ങളും അങ്ങനെ നിരവധി കാര്യങ്ങൾ എൻ്റെ പേരിലുണ്ട്. ഇതൊക്കെ എനിക്ക് മാത്രം മതിയോ? പിന്നെ പറയുകയാണെങ്കിൽ ഷെയർ മാർക്കറ്റിലും സ്വർണ്ണ നിക്ഷേപവും ഫിക്സഡ് ഡെപ്പോസിറ്റുകളും എല്ലാം ഉണ്ട്. 1 രൂപ ലോണില്ല. ഓക്കെ, ബിസിനസ്സുകളൊക്കെ ഉണ്ട്. എനിക്ക് സ്വസ്ഥമായിട്ട് എന്തിന് ഒരു ബിസിനസ്സും ചെയ്യാതെ വീട്ടിൽ കിടന്ന് ഉറങ്ങിയാലും എനിക്ക് ജീവിക്കാൻ ശരിക്കും പറഞ്ഞാൽ ഒരു 20,000 രൂപ പോലും വേണ്ട. കാര്യം 1 രൂപ ലോണില്ല. ഓക്കെ, അപ്പോൾ ഇത് എനിക്ക് മാത്രം മതിയോ? ഇത് ഞാൻ ചിന്തിക്കാൻ തുടങ്ങിയത് ആരണ്യകം എന്ന് പറയുന്ന പണ്ടത്തെ ഒരു സിനിമ, ശ്രീ M.D. വാസുദേവൻ നായർ കഥയും തിരക്കഥയും എഴുതിയ ഒരു സിനിമ ആരണ്യകം. അതിലെ നായകൻ, ദേവൻ അവതരിപ്പിച്ച നായകൻ, അയാൾ ആദിവാസികൾക്കിടയിൽ പ്രവർത്തിക്കുന്ന ഒരു നെക്സലൈറ്റാണ്, മാവോയിസ്റ്റാണ്. ഓക്കെ, അപ്പോൾ അയാളോട് നായിക ചോദിക്കുന്ന ചോദ്യം ഇതാണ്: നിങ്ങൾക്ക് നല്ല ആഹാരമുണ്ട്, നല്ല വീടുണ്ട്, നല്ല വസ്ത്രമുണ്ട്, എല്ലാം ഉണ്ട്, പിന്നെ നിങ്ങൾ എന്തിന് ഈ നെക്സലൈറ്റായി, മാവോയിസ്റ്റായി? അപ്പോൾ നായകൻ തിരിച്ചു ചോദിക്കുന്ന ചോദ്യം ഇതാണ്: എനിക്ക് മാത്രം മതിയോ ഇത്? എല്ലാവർക്കും വേണ്ടേ? ആ സിനിമ കണ്ടതിന് ശേഷം ശരിക്കും പറഞ്ഞാൽ ഇപ്പോൾ ഏകദേശം 35-40 വർഷം കൊണ്ടായെന്ന് തോന്നുന്നു. പക്ഷേ ഇതിനിടയിൽ ഞാൻ നിരവധി തവണ അത് ആവർത്തിച്ച് കണ്ടു. എൻ്റെ റോൾ മോഡൽ എന്ന് പറയുന്നത് ആ നെക്സലൈറ്റാണ്, ആ മാവോയിസ്റ്റാണ്. ഓക്കെ, ഖുറാനിൽ അതിൽ എഴുതിയേക്കുന്ന ഒരു ഭാഗം ഇതാണ്: തൊട്ടടുത്ത വീട്ടിലെ ഒരാൾ പട്ടിണി കിടക്കുമ്പോൾ ഇപ്പുറത്തിരുന്ന് മൃഷ്ടാന്നം ആഹാരം കഴിക്കുന്ന ഒരാൾ നല്ല മുസ്ലിമല്ല, നല്ല മനുഷ്യനുമല്ല. ഇതൊക്കെ നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ്. എന്നിട്ട് നമ്മൾ ചോദിക്കും, ഇപ്പോൾ ദാരിദ്ര്യം ഉള്ള അതിന് നമുക്കിപ്പോൾ എന്തോ ചെയ്യാൻ പറ്റും? അതിലൊതുങ്ങുന്നു നമ്മുടെയൊക്കെ ആ മാവോയിസ്റ്റിൻ്റെ ചോദ്യത്തിനോടുള്ള പ്രതികരണം. പക്ഷെ എൻ്റെ പ്രതികരണം അതിലൊതുങ്ങുന്നില്ല.
ഞാൻ ജനിച്ചത് ഒരു ധനിക കുടുംബത്തിലാണെങ്കിലും ഒരു കമ്മ്യൂണിസ്റ്റ് കുടുംബത്തിലാണ് ഞാൻ ജനിച്ചത്. ഓക്കെ, എൻ്റെ ബന്ധുക്കളുമൊക്കെ എല്ലാവരും ഇടതുപക്ഷ ചിന്താഗതിക്കാരാണ്. ഓക്കെ, അപ്പോൾ സംഭവം ഇതാണ്. പൊതുവേ നമ്മളെല്ലാവരും ഒരു ഭിക്ഷക്കാരനെ കണ്ടു കഴിഞ്ഞാൽ അയ്യോ കഷ്ടം പാവം എന്നൊക്കെ പറഞ്ഞ് അതിലൊതുങ്ങുന്നു നമ്മുടെയൊക്കെ പ്രതികരണം. അതൊരു പ്രതികരണശേഷിയുള്ള ഒരാളുടെ പ്രതികരണമായിട്ട് ഞാൻ കണക്കാക്കുന്നില്ല. നമ്മളൊക്കെ വിചാരിച്ചാൽ എന്തും നടക്കും, ഒന്നും ചെയ്യാൻ പറ്റില്ല എന്ന് നമ്മളൊക്കെ അങ്ങ് ചിന്തിക്കും. അതായത് ഒന്നും ചെയ്യാൻ കഴിയാത്തതിന് ഓരോരോ ന്യായീകരണങ്ങൾ കണ്ടുപിടിക്കുകയാണ്. ഓർക്കുക, നമ്മളെല്ലാവരും ഈശ്വരൻ്റെ സൃഷ്ടികളാണ്. ഓക്കെ, നമ്മളാരും മോശക്കാരല്ല. ഒരു ഉറുമ്പ് പോലും ഒരു നിയോഗമില്ലാതെ ജനിക്കുന്നില്ല. ഞാൻ ഗുരുവായൂരൊക്കെ പോകുമ്പോൾ പ്രാർത്ഥിക്കുന്നത്, മിക്കവാറും എല്ലാ അമ്പലത്തിലും പ്രാർത്ഥിക്കുന്ന ഇതാണ്: എന്തെങ്കിലും നിയോഗം എനിക്കുണ്ടെങ്കിൽ അത് പൂർത്തീകരിക്കാൻ എന്നോടൊപ്പം ഉണ്ടാവണേ ഭഗവാനെ എന്നാണ്. ലോകത്തിലെ ഇന്നിപ്പോൾ ഏകദേശം 831 കോടി ജനങ്ങളുണ്ട് ഭൂമിയിൽ. ഇതിൽ പകുതിയിലധികം ആൾക്കാർക്കും വീടില്ല, നല്ല ആഹാരമില്ല, നല്ല വസ്ത്രമില്ല, നല്ല ചികിത്സയും മരുന്നുമില്ല, നല്ല വിദ്യാഭ്യാസമില്ല, ഒന്നുമില്ല. ഇപ്പോൾ കേരളത്തിലെ അവസ്ഥ എന്ന് പറയുമ്പോൾ കുറച്ച് ബെറ്ററാണ്. അതിൻ്റെ കാരണങ്ങളിലേക്ക് ഞാൻ കടക്കുന്നില്ല. എങ്കിലും കേരളത്തിലെ 90% കുടുംബങ്ങളും കടക്കെണിയിലാണെന്ന് പൊതുവെ ആൾക്കാർക്ക് അറിയില്ല. ഓക്കെ, അപ്പോൾ ഞാൻ 4 യൂട്യൂബ് ചാനൽ നടത്തുന്നുണ്ട്. അതിൽ നിന്നുള്ള വരുമാനമൊന്നും കിട്ടി എനിക്ക് ജീവിക്കേണ്ട കാര്യമില്ല. നിങ്ങൾക്കറിയാം, നേരിട്ട് കാണുകയാണ് നിങ്ങൾ. ഓക്കെ, അപ്പോൾ പല ചാനലിലും ഞാൻ എല്ലാ കാര്യങ്ങളും വെട്ടി തുറന്ന് ആവശ്യത്തിലധികം തവണ ആവർത്തിച്ച് പലതരം വീഡിയോകൾ പല ഡയമെൻഷനിലും പല വ്യൂ പോയിൻറ്റ്സിൽ ഞാൻ അവതരിപ്പിച്ചിട്ടുണ്ട്. പക്ഷേ അതിലൊന്നും കാര്യമായ ഒരു പ്രതികരണം ജനങ്ങളുടെ ഇടയിലൊന്നും ഉണ്ടായിട്ടില്ല. പക്ഷേ എന്ന് വിചാരിച്ചിട്ട് ആരും ഇത് ശ്രദ്ധിക്കുന്നില്ല എന്നൊന്നും പറഞ്ഞേക്കരുത്. ഈശ്വരൻ എന്ന് പറയുന്നൊരു പ്രതിഭാസമുണ്ട്, പ്രപഞ്ചശക്തി. ആ പ്രപഞ്ചശക്തി എന്നെ ഇതുപോലുള്ള ചിന്തകൾ ഡെവലപ്പ് ചെയ്യാൻ പ്രേരിപ്പിക്കുകയാണ്. ശുഭമായ പോസിറ്റീവായിട്ടുള്ള നിമിത്തങ്ങളിലൂടെ എന്നെ പ്രോത്സാഹിപ്പിച്ചുകൊണ്ട് എന്നെ പ്രപഞ്ചശക്തി പ്രേരിപ്പിക്കുകയാണ് ഇതുപോലുള്ള കാര്യങ്ങൾ പ്രചരിപ്പിക്കാനും അതിനുവേണ്ടി പ്രവർത്തിക്കാനും. 2000-ലധികം സാമ്പത്തിക വിദഗ്ധർ എൻ്റെ ആശയങ്ങളെ സപ്പോർട്ട് ചെയ്യുന്നു. ഓക്കെ, അപ്പോൾ ലോകത്തിലെ ഇപ്പോൾ കേരളത്തിലെ 90% പേര് കടക്കണ്ടിയില്ല എന്ന് ഞാൻ പറഞ്ഞു. കൂടാതെ ലോകത്തിലെ മുഴുവൻ രാജ്യങ്ങളിലും ഇതുപോലുള്ള അവസ്ഥ തന്നെയാണ്. അപ്പോൾ ഈ കടം ലോകത്തിലെ മൊത്തം രാജ്യങ്ങളുടെയും മൊത്തം കടമെന്ന് പറയുന്നത് ഏകദേശം 44,000 ലക്ഷം കോടി രൂപയാണ്. വരുമാനം അഥവാ ജി ഡി പിക്ക് ഒറ്റ വാക്കിൽ നമുക്ക് അർത്ഥം പറയാം, വരുമാനം. ഓക്കെ, വരുമാനം ഏകദേശം 10,000 ലക്ഷം കോടി രൂപ മാത്രമാണ് മൊത്തം ലോകത്തിൻ്റെയും ജി ഡി പി. ഓക്കെ, അപ്പോൾ ഡെപ്റ്റ് ടു ജി ഡി പി റേഷ്യോ എന്ന് പറയുന്ന അനുപാതം, അതായത് കടവും വരുമാനവും തമ്മിലുള്ള ആ അനുപാതം, അതായത് റേഷ്യോ
400-ലധികമാണ്, 400%-ലധികമാണ്. 90% പാടുള്ളൂ. അതായത് 100 കോടി ആസ്തിയുള്ള ഒരുത്തൻ 90 കോടിയിൽ കൂടുതൽ കടമെടുക്കാൻ പാടില്ല എന്നാണ് സാമ്പത്തിക വിദഗ്ധരുടെ വിദഗ്ധാഭിപ്രായം. പക്ഷേ മനുഷ്യരാശി മുഴുവൻ ആ അളവും കഴിഞ്ഞ് 90% എന്നുള്ളത് കഴിഞ്ഞ് ഏകദേശം 4-5 ഇരട്ടിയോളം ആ കടം കയറിയിരിക്കുകയാണ്. അതായത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഉദാഹരണം പറയുകയാണെങ്കിൽ 100 കോടിയുള്ള ഒരാൾ 400 കോടി രൂപ കടത്തിൽ മുങ്ങി കടക്കണിയിലായ അവസ്ഥയിലാണ് ലോകം മുഴുവൻ മൊത്തം. അതായത് 100% രാജ്യങ്ങളും 100% ബാങ്കുകളും 100% കമ്പനികളും 100% മനുഷ്യരും 100% കടക്കണിയിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. അത് താമസിയാതെ ആ ഒരു ലിമിറ്റിലെത്തും. അപ്പോൾ ലോകം തകരുകയാണെന്നാണ് ഞങ്ങൾ പറയുന്നത്. ഞാൻ ഒറ്റയ്ക്കാണെന്ന് വിചാരിക്കരുത്. ഇപ്പോൾ സൂര്യൻ ഒറ്റയ്ക്കാണ്, ചന്ദ്രൻ ഒറ്റയ്ക്കാണ്, ഹിമാലയ പർവ്വതം പോലും ഒറ്റയ്ക്കാണെന്ന് നിങ്ങൾ പറയും. പക്ഷേ ഞാൻ പറയും, ഞാനും ഹിമാലയവും ചന്ദ്രനും സൂര്യനും ഒറ്റയ്ക്കല്ല. ഞങ്ങളോടൊപ്പം ഈശ്വരനുണ്ട്, പ്രപഞ്ചശക്തിയുണ്ട്. അതിൻ്റെ നിദർശനങ്ങൾ നിമിത്തങ്ങളായിട്ട്, പോസിറ്റീവായിട്ടുള്ള നിമിത്തങ്ങളായിട്ട് ഞാൻ കാണുന്നു. അപ്പം ലോകം മുഴുവൻ മൊത്തം രാജ്യങ്ങളും അരാജകത്വത്തിലേക്കും കൊടും പട്ടിണിയിലേക്കും പോവുകയാണെന്നാണ് വേൾഡ് എക്കണോമിക് ഫോറം പറയുന്നത്. ഓക്കെ, അതിൽ നിന്ന് ലോകത്തെ രക്ഷിക്കാൻ ആർക്കും തന്നെ ഒരു പരിഹാരമാർഗം അറിയില്ല എന്നുള്ളതാണ് ഏറ്റവും ഭീകരമായ സത്യം. ഒരു രാഷ്ട്ര നേതാവിനോ ഒരു സാമ്പത്തിക വിദഗ്ധനോ ഒരു മാധ്യമ പ്രവർത്തകനോ മാത്രമല്ല, ഇവരെ എല്ലാം നിയന്ത്രിക്കുന്ന 13 ഫാമിലിയുണ്ട്. അതൊന്നും മലയാളികൾക്കൊന്നും അത്ര സുപരിചിതമല്ല. അവർക്ക് പോലും ഈ കടക്കിണിയിൽ നിന്ന് രക്ഷപ്പെടാൻ യാതൊരു മാർഗവും അറിയില്ലെന്നുള്ളതാണ് ഏറ്റവും ഭീകരമായ, ഞെട്ടിപ്പിക്കുന്ന, ദയനീയമായ സത്യം. അപ്പം ഞാനൊരു നിർദ്ദേശം പറയാം. ഡോക്ടർ മാർട്ടിൻ പാട്രിക് സാറിൻ്റെ ലോജിക് ബുള്ളറ്റിൻ എന്ന് പറയുന്ന യൂട്യൂബ് ചാനലിൽ അദ്ദേഹം ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട് കറൻസി രഹിത വ്യവസ്ഥയെക്കുറിച്ച്. അതിൻ്റെ ഉപജ്ഞാതാവ് ശ്രീ ജീസസ് സാംബശിവനാണ്. അദ്ദേഹവും ഈ ഡോക്ടർ മാർട്ടിൻ പാട്രിക് സാർ എന്ന് പറയുന്ന കേരളത്തെ ഏറ്റവും പ്രധാനപ്പെട്ട 5 സാമ്പത്തിക വിദഗ്ധരിൽ ഒരാൾ ആയ ഡോക്ടർ മാർട്ടിൻ പാട്രിക് സാറും മാറി ചെയ്തിട്ടുണ്ട്. കറൻസി രഹിത വ്യവസ്ഥയെക്കുറിച്ചുള്ള പുതിയ ഒരു സാമ്പത്തിക വ്യവസ്ഥയെക്കുറിച്ചുള്ള ഈ പറഞ്ഞ കടങ്ങളിൽ നിന്നൊക്കെ 1 സെക്കൻഡ് കൊണ്ട് രക്ഷപ്പെടാൻ പറ്റുന്ന രീതിയിലുള്ള ഒരു സാമ്പത്തിക വ്യവസ്ഥിതി ശ്രീ ജീസസ് സാംബശിവൻ അവതരിപ്പിച്ചത്. അതിനെക്കുറിച്ച് ഡോക്ടർ മാർട്ടിൻ പാട്രിക് സാറും ശ്രീ ജീസസ് സാംബശിവനും ഒക്കെ തന്നെ വീഡിയോ ചെയ്തിട്ടുണ്ട്. കറൻസി രഹിത വ്യവസ്ഥ അഥവാ കറൻസി ഫ്രീ സിസ്റ്റം എന്ന്. അത് നിങ്ങൾ ഗൂഗിളിലോ യൂട്യൂബിലോ മലയാളത്തിൽ കറൻസി രഹിത വ്യവസ്ഥ എന്ന് സെർച്ച് ചെയ്താൽ, അല്ലെങ്കിൽ ഇംഗ്ലീഷിൽ കറൻസി ഫ്രീ സിസ്റ്റം എന്ന് സെർച്ച് ചെയ്താൽ നിങ്ങൾക്ക് അതിൻ്റെ വീഡിയോസ് കാണാം. കൂടാതെ ശ്രീ ജീസസ് സാംബശിവൻ പ്രഖ്യാപിച്ചേക്കുന്നത് എന്തുവാണ്? സ്വന്തമായിട്ട് 50,000 ലക്ഷം കോടി രൂപ സമ്പാദിക്കുക, എന്നിട്ട് ഈ കടങ്ങളെല്ലാം തീർക്കുക, ലോകത്തിന് കൊടുക്കുക എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ജനനന്മയ്ക്കായിട്ട് പ്രവർത്തിക്കും. ആ സമ്പാദ്യം മുഴുവൻ ജനനന്മയ്ക്കായിട്ട് ഉപയോഗിക്കും എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ജീസസ് സാംബശിവൻ ഇത് വീഡിയോ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ 2 മാർഗങ്ങളാണ് തൽക്കാലം ലോകത്തിന് മുന്നിൽ അവതരിപ്പിക്കപ്പെട്ടിട്ടുള്ളത്. ഒന്ന്, ശ്രീ ജീസസ് സാംബശിവൻ 50,000 ലക്ഷം കോടി രൂപയോളം ടാർഗറ്റ് ഇട്ടുകൊണ്ട് അദ്ദേഹം പുതിയ
രീതിയിൽ അദ്ദേഹത്തിൻ്റെ ബിസിനസ് സംരംഭങ്ങൾ കൊണ്ടുപോകുന്നുണ്ട്. അതുവഴി അല്ലെങ്കിൽ ജീസസ് സാംബശിവൻ്റെ തന്നെ കറൻസി രഹിത വ്യവസ്ഥ എന്ന സാമൂഹ്യ സാമ്പത്തിക വ്യവസ്ഥിതി ലോകത്ത് നടപ്പിലാക്കുന്നതിലൂടെ ഈ കടക്കെണിയിൽ നിന്ന് മനുഷ്യരാശിയെ രക്ഷിക്കാം എന്നൊക്കെ പലതരം വീഡിയോസ് പലതരം ആംഗിളിൽ പലതരം ഡൈമെൻഷനുകളിൽ ഇവരൊക്കെ അവതരിപ്പിച്ചിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ നടപ്പിലായാൽ കടങ്ങൾ തീരുക മാത്രമല്ല, ലോകത്തിലെ എല്ലാവർക്കും വീട്, നല്ല ആഹാരം, നല്ല വസ്ത്രം, നല്ല ചികിത്സ, നല്ല വിദ്യാഭ്യാസം, യാത്രാ സൗകര്യം എല്ലാം സൗജന്യമായിട്ട് ഗവൺമെൻറ്റുകൾക്ക് ജനങ്ങൾക്ക് കൊടുക്കാൻ പറ്റുന്ന തരത്തിലുള്ള ഒരു സാമൂഹ്യ സാമ്പത്തിക വ്യവസ്ഥയാണ് അവതരിപ്പിക്കപ്പെട്ടുള്ളത്. അത് ഏകദേശം ലക്ഷക്കണക്കിന് ആൾക്കാരത് അറിഞ്ഞു കഴിഞ്ഞു, കണ്ടു കഴിഞ്ഞു. പക്ഷേ അതിന് അർഹിക്കുന്ന രീതിയിൽ പിന്തുണ നമുക്ക് കൊടുക്കേണ്ടി വരും, കൊടുക്കണം. അതിനായി ഈ വീഡിയോ ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക. അപ്പോൾ ഈ കറൻസി രഹിത വ്യവസ്ഥ അതിൻ്റെ ഒരു നിർവചനം പറയാം. പ്രകൃതി സമ്പത്തും മനുഷ്യശേഷിയും ടെക്നോളജിയും ടെക്നിക്കൽ എക്യുപ്മെൻറ്റ്സും മെറ്റീരിയൽസും പണത്തിൻ്റെ തടസ്സം കൂടാതെ ഗവൺമെൻറ്റുകൾക്ക് സ്വതന്ത്രമായി ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു സാമൂഹ്യ സാമ്പത്തിക വ്യവസ്ഥയാണ് കറൻസി രഹിത വ്യവസ്ഥ. ഓക്കെ, അത് നടപ്പിലായാൽ നിങ്ങളുടെ മാത്രമല്ല ലോകത്തിൻ്റെ ബാങ്കുകളുടെ കമ്പനികളുടെ കടങ്ങളെല്ലാം 1 സെക്കൻഡ് കൊണ്ട് തീർക്കാം. 160 കോടി വീടുകൾ 1 രൂപ ചെലവില്ലാതെ നിർമ്മിക്കാം വെറും 2 ദിവസം കൊണ്ട്. ലക്ഷക്കണക്കിന് കോടിക്കണക്കിന് ചെറുകിട വൻകിട വ്യവസായങ്ങൾ ആരംഭിക്കാം 1 രൂപ ചെലവില്ലാതെ. ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്മെൻറ്റ്, അടിസ്ഥാന സൗകര്യ വികസനം 30 ദിവസം കൊണ്ട് 1 രൂപ ചെലവില്ലാതെ ലോകം മുഴുവൻ ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്മെൻറ്റ്, അടിസ്ഥാന സൗകര്യ വികസനം, റോഡുകളും പാലങ്ങളും 1 രൂപ ചെലവില്ലാതെ നിർമ്മിക്കാം. 100 ദിവസം കൊണ്ട് ലോകം സമ്പൽ സമൃദ്ധമാക്കാം. ലോകത്ത് 831 കോടി ജനങ്ങൾക്ക് ആവശ്യമുള്ളതിൻ്റെ 5 ഇരട്ടിയോളം ഭക്ഷ്യവസ്തുക്കൾ ഉൽപ്പാദിപ്പിക്കാം വെറും 100 ദിവസം കൊണ്ട് 1 രൂപ ചെലവില്ലാതെ. ഇത് കൂടാതെ 10,000-കണക്കിന് അത്ഭുതകരമായ, വിസ്മയകരമായ, അവിശ്വസനീയമായ നേട്ടങ്ങൾ നമുക്ക് നേടിയെടുക്കാം കറൻസി രഹിത വ്യവസ്ഥയിലൂടെ. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾ ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ ഹൈപ്പ് ചെയ്യുക എന്ന് പറയുന്ന പുതിയൊരു പരിപാടിയുണ്ട്, അതും ചെയ്യുക. ശ്രീ ജീസസ് സാംബശിവൻ്റെ ആശയങ്ങൾക്ക് വേണ്ടി, ആ ആശയങ്ങളെല്ലാം തന്നെ നമ്മളെ ഓരോരുത്തരെയും സമ്പൽ സമൃദ്ധമാക്കുക മാത്രമല്ല, നമ്മളുടെ അനന്തര തലമുറകളെയും സമ്പൽ സമൃദ്ധമാക്കാൻ പോകുന്നതാണ് ഈ കറൻസി രഹിത വ്യവസ്ഥ എന്ന് പറയുന്ന ആ ആശയം, രാഷ്ട്രീയ സാമൂഹ്യ സാമ്പത്തിക വ്യവസ്ഥയും. അതിനുവേണ്ടി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഹൈപ്പ് ചെയ്യുക. ഓക്കെ, എല്ലാവർക്കും അഭിവാദ്യങ്ങൾ അർപ്പിച്ചുകൊണ്ട് അവസാനിപ്പിക്കുന്നു. നമസ്കാരം, ശുഭദിനം.